വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വെരി 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 കയറി. സുഖല്ലേ? സുഖമാണ് സുഖമാണ് അൽഹംദുലില്ലാ. എന്തേപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളെ പുതിയ മദ്രസന്റെ പണി തുടങ്ങാണ്. അപ്പൊ അത് റമദാന് അത് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. പഴയത് പഞ്ഞി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. മഴക്കാലം ആകുമ്പോഴും കുട്ടികൾ അങ്ങോട്ട് മാറ്റണം നമുക്ക്. അപ്പൊ നിങ്ങൾ മറ്റേ അബുവാജിന്റെ അടുത്തൊന്നും പോയില്ലേ? അബുവാജിന്റെ അടുത്തേക്ക് സെക്രട്ടറിയും ഖജാൻജിയൊക്കെ ആ വൈക്ക് വിട്ടു. ഞങ്ങൾ രണ്ടാക്കിയാണ് പിരിഞ്ഞിക്കാണ്. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങളിങ്ങനെ ഈ വൈക്ക് ഇങ്ങനെ ഈ ഏരിയ കൂടെ പോവാ. പെട്ടെന്ന് എല്ലാവരും കൂടെ ഓടി എത്തൂല. റമദാനും അല്ലേ, ഉച്ചവരെയൊക്കെ പിരിവിന് പോകാൻ പറ്റുള്ളൂ. അതോ എനിക്ക് ഇതായിട്ടില്ല. അബുവാജി എത്ര എഴുതുന്നതിനനുസരിച്ച് എനിക്ക് കൂട്ടി ചെയ്താൽ എഴുതിയിട്ടാണ്. അത് ഞാൻ എന്തായാലും നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ ഒരു 2 ലക്ഷം ഉറുപ്പ്യ ഇപ്പൊ എന്റെ ഭാഗമായിട്ട് എഴുതിക്കോളൂ. ഇത് നമുക്ക് അബുവാജിന്റെ ഒക്കെ വിവരങ്ങളൊക്കെ അറിയിച്ചാൽ നമുക്ക് അനുസരിച്ച് നമ്മൾ മറ്റേ കിറ്റൊക്കെ എന്തായി ഇപ്പൊ? കിറ്റ് നമ്മൾ കൊടുത്തല്ലോ, നോമ്പ് തുടങ്ങുമ്പോ തന്നെ കൊടുത്തു. ഇപ്പൊ നമ്മളെ കിറ്റനല്ലേ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളെ കിറ്റാണ് ഉഷാറായി നിൽക്കണം. ടോപ്പ് കിറ്റ് നിങ്ങളതാണ്. എല്ലാ കുറിയും ഇങ്ങനെ നമ്മളെ കിറ്റ് ഇങ്ങനെ മുൻപന്തിൽ നിൽക്കണം. അതുണ്ടല്ലോ. എന്തത്? അത് നിങ്ങളെ നാസറുണ്ട്. നാസറോ? ഞാൻ പള്ളി കമ്മിറ്റിയിൽ വന്നേ. എന്താ ഓന്റെ ഭാര്യക്ക് എന്താ തീരെ സുഖല്ല, കുറച്ച് സാമ്പത്തിക സഹായകമാണെന്ന് അപ്പൊ ഞാൻ പറയുമ്പോഴേ ഈ റംസാന് ശേഷന്റെ കണക്ക്, റംസാന് ഇപ്പൊ തുടങ്ങിയ ശേഷന്റെ കണക്ക് സെക്രട്ടറി ഒന്നും ചെയ്യാൻ നല്ലത് മതിയോ? സെക്രട്ടറി ആയിട്ട് പോയി ഇന്നെന്തോ അർജന്റ് ഞാൻ പറയുമ്പോ ഇതുപോലെ ഉണ്ടാവുമ്പോ ചെയ്യാം. എന്നായിക്കോട്ടെ, അങ്ങനെ ഞാനൊരു സഹായം കിട്ടുമെന്ന് അന്വേഷിച്ചിറങ്ങിയതാണ്. സഹായം? ഭാര്യക്ക് തീരെ സുഖമില്ല, വയറിന് സുഖമില്ലാഞ്ഞിട്ട് ഇപ്പൊ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് 1 ലക്ഷം ഉറുപ്പിയോളം പൈസ വേണം. തീരെ ഒരു വഴിയില്ല. അപ്പൊ കമ്മിറ്റിയിൽ എന്തെങ്കിലും സഹായം ഉണ്ടോന്ന് അറിയാനായിരുന്നു. ഇല്ല, നമ്മളെ കാസിമാജിന്റെ അനിയനെ. നമ്മളെ കാസിമാജിന്റെ തന്നെ. അല്ല, കാസിമാജി വിചാരിച്ചപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റൂലേ? ഇല്ലേ, കാക്കാനോട് കൊറേ പൈസ വാങ്ങിക്കണ്. നീ ചോദിച്ചു പോയാല് ഇവിടെ വർത്താനം ശരിയാവണില്ല. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാണ്. കയ്യിലുള്ള പൈസയൊക്കെ ആശുപത്രിക്ക് ഇപ്പൊ ചെലവായി. ഇവിടെ ബന്ധോ പള്ളി സെക്രട്ടറിയും മറ്റവരൊന്നും ഇല്ല ഇവിടെ. ഇപ്പൊ ഞങ്ങൾ എന്താണുള്ളൂ. ഞാൻ ഒരു കാര്യം, ഞങ്ങൾ ഒരു വന്നിട്ട് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. എന്തായാലും നോക്കാം. പിന്നെ മാത്രല്ല ഈ റമദാൻ പെയിന്റടി ഒക്കെ ഒരുപാട് ചെലവ് കണക്ക് വളരെ കുറവാണ് ഇപ്പൊ ഉള്ളത്. പള്ളിയില് പൈസ ഇല്ല. അവരെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. അതിന് ഒരുപാട് വേണം. ഞങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യണമെങ്കിലൊക്കെ പരമാവധി നോക്കണം. വേറെ വഴിയൊന്നുമില്ല. ആകെ ബുദ്ധിമുട്ടിലാണ്. എന്തായാലും ഞങ്ങൾ വിളിക്കാം. ഞാനൊക്കെ ചിന്തിക്കണേ ഇവരെ കയ്യിൽ ഇപ്പൊ അത്യാവശ്യം പൈസക്കുള്ളല്ലോ. നമുക്ക് ഇറങ്ങാം. പിരിവിന്റെ കാര്യം കേട്ടോ. ഓനന്നേ കണ്ണിൽ വെള്ളം വെച്ചിട്ട് പോയി. അജരെ, നിങ്ങളോട് പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ഈ നാടിനും നാട്ടുകാർക്കും പള്ളിക്കും സംഘടനക്കും ഇനിയിപ്പോ ഇവിടെ നാട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിലും ഒരു കിറ്റ് കൊടുക്കുകയാണെങ്കിലും ഇനി വേറെന്തെങ്കിലും കാര്യത്തിനൊക്കെ ആണെങ്കിലും നിങ്ങൾ നന്നായി സഹായിച്ചതാണ്. മുൻപന്തിയിൽ നിങ്ങളേക്കാൾ അതിനൊന്നും നമുക്ക് യാതൊരു തർക്കമല്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. അജയരെ, ഈ ദാനധർമ്മങ്ങളിൽ ഏറ്റവും വലിയ ദാനധർമ്മം ഏതാണെന്നറിയോ? നമ്മൾ സമ്പന്നരല്ലാതിരിക്കുമ്പോഴും ഉള്ളത് വെച്ച് ചെയ്യുന്ന ദാനധർമ്മം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സദക്ക എന്ന് പറയുന്നത്. അതിലും റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദാനധർമ്മം ആദ്യം നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങണമെന്ന. നമ്മളും നാട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ പല ദാനധർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോഴും നമ്മളെ കുടുംബത്തിൽ ഒരാൾ കഷ്ടപ്പെടുന്നുണ്ടാവും. അത് നമ്മൾ കാണൂല. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോൻ കാക്കട്ടെ. അജയരെ, ഈ പറയുന്ന ആൾക്കാരൊന്നും കുറ്റം പറയല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ ആദ്യം ഈ ദാനവും ധർമ്മമൊക്കെ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് തുടങ്ങും. പടച്ചോൻക്ക് ബർക്കത്തും ഹൈറും തരും. ഇതൊന്നും അറിയില്ലേ? ഇതിനകത്ത് കുറെ സ്വത്തും മുതലുണ്ടുമല്ലാതെ ഇങ്ങനത്തെ അറിവൊന്നും ചെയ്തില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ അനിയനെ വിളിക്കും. ഇനി എന്റെ അനിയം മറ്റൊരാളെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ ഞാൻ വരുത്തും. ഓനെന്നല്ല, എന്റെ കുടുംബത്തിൽ ആരും ഇനി ഇടങ്ങാറാണ് ഞാൻ സമ്മതിച്ചില്ല.
ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ, എന്നാ ഞാൻ ഞങ്ങളറിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നാസറേ, ഹലോ, ഇജെവിടെ? ഞാൻ ഇവിടെ എന്തെല്ലാം ഇജ് ഒന്ന് ഇങ്ങോട്ട് വാ. എവിടെ ഞാൻ ഇവിടെ പെരയിലുണ്ട്, ഒന്നുകൂടെ വാ കേട്ടോ. പോരാ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ദാ, ഇവിടെ ഇരിക്ക്. എന്താ ഓളെ വർത്താനം? ഇവിടെ ഇരിക്ക. പിന്നെ ഇതിലേസം പൈസ ഉണ്ട്. എന്നാ കുഞ്ഞോളെ എവിടെ വെച്ചാ കൊണ്ടുപോകും, നല്ല ഡോക്ടറെ കാണിക്കുക. ഇനി എന്തെങ്കിലും പൈസക്ക് കമ്മി ഉണ്ടെങ്കിൽ കാക്കാനെ വിളിച്ചാൽ മടിച്ചണ്ട. അത് സാരില്ല, അതൊക്കെ കാക്ക മനസ്സിലാക്കാൻ വൈകിട്ട്. يا رحمن أعن على الصيام